ഡേ അങ്ങനെ ഫോൺ എടുത്തടാ. ഇല്ലളിയാ, ഇന്നലെ തൊട്ട് കിടന്ന് വിളിയോട് വിളിയാണ്. ഇതേ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് പോയി. നിന്റെ സാറ് എവിടെടാ? ആരെ? ആ കാട്ടുകോഴിയാ. അങ്ങനെ പടം തുടങ്ങുന്നതിന് മുന്നേ കാസ്റ്റിംഗ് ഓടിക്കിട്ടുണ്ടാവും. സണ്ണിച്ചാൻ എന്തിന്റെ കേടാ? അയാളുടെ പടത്തിന്റെ കാര്യം നോക്കാൻ പറ. എൻ്റെ പൊന്നു സുഖു പ്രൊഡ്യൂസേഴ്സാണ്. അവരെന്ത് കോപ്പയിലും ചെയ്യട്ടെ, ഈ പടം നടന്നുണ്ടാവും. നീ അച്ചായപ്പ് വിളിച്ച് വെച്ചോളൂ, നീ അങ്ങ് എത്തിയോന്ന് ചോദിച്ചു. ഓ എത്തിയത് തന്നെ. ഇതൊരു ഇടങ്ങേറ് പിടിച്ച സ്ഥലമാണ്. നീ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് കറങ്ങി നടക്കുകയാണ്. എടാ, വീട് കുറച്ച് ഉള്ളിലാണ്. നീ ആ തെളിഞ്ഞടക്കുന്ന വഴിക്ക് കിട്ടോ, ആ വഴി നേരെ അങ്ങോട്ട് ചെല്ലും. ഒരിക്കൽ അച്ചായൻ്റെ കൂടെ പോയിട്ടുള്ള. നിങ്ങൾക്ക് ഈ ഡയറക്ടർമാരൊക്കെ വല്ല 4 സ്റ്റാറിലോ 5 സ്റ്റാറിലോ കൊണ്ടുപോയി താമസിച്ചാൽ പോരെ. എന്തിനാടാ ഈ കാട്ടിലൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്? എൻ്റെ സുഖം നീ ഒന്ന് ചെല്ല്. ആ അക്കരക്കാവിൽ അയ്യപ്പോൾ അടിച്ചു പോയി അവിടെ അങ്ങനെ കിടപ്പുണ്ടാവും. നീ ഒന്ന് ചെന്ന് സുഖിപ്പിച്ച് സോപ്പിട്ടൊക്കെ നിർത്തിക്കോ. അയ്യപ്പൻ്റെ അടുത്ത പടത്തിൻ്റെ പോസ്റ്റിൽ നിൻ്റെ തല വന്നാൽ എന്താ പുളിക്കോ? ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് അളിയാ ഞാൻ ഈ വണ്ടി എടുത്ത് കാട് കയറിയത്. ഇപ്പോൾ നേരെ പോയാണ്ട് എത്തുമോ? ആ നേരെ വിട്ടോ വിട്ടോ. ശരി എന്നാ വെച്ചോ. ഈ വിശേഷം എന്തിനാണോ വിളിക്കുന്നത്? ഹലോ, നീ എവിടെയാണ്? ഞാൻ ഇവിടെ അമ്പലത്തിൻ്റെ മുമ്പിലുണ്ടാ. എൻ്റെ സുഖം എവിടെയാണ്? സുഖം അയ്യപ്പനെ തിരക്ക് കാട്ടിപ്പോയിരിക്കേ. ശബരിമലയ്ക്കാ? എടാ, ഡയറക്ടർ അയ്യപ്പനെ തിരക്ക് കാട്ടിപ്പോയിരിക്കായിരുന്നു. എടാ, അത് പറയാനാ ഞാൻ വിളിച്ചത്. സുഖുവിനോട് നൈസായിട്ട് തിരിച്ചു വരാൻ പറയും. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അതല്ല, ആ കാട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ എന്നൊരു തോന്നല്. എന്ത് പ്രശ്നം? അതൊന്നറിയില്ല. ആ അയ്യപ്പൻ്റെ കാര്യത്തിൽ എന്തോ ഒരു വാശിപ്പിശക്ക്. പിന്നെ പ്രശ്നം കോപ്പാണ്. ഒന്ന് വെച്ചിട്ട് പോടാ. എടാ, അത് വെച്ചാ എന്നാ പോയി അനുഭവിക്കും. അപ്പോൾ മിസ് പമീല? പമീല അല്ല സാർ, പ്രമീള. എനിക്ക് റാഗിട്ടില്ലേ, പമീല എന്ന് വിചാരിച്ചാലും പമീല എന്നേ വരൂ. അല്ല, പമീലയുടെ സ്ഥലം എവിടെയാണ്? തൃപ്രയാറ്. ചാവക്കാടേക്ക് മാറ്റാൻ പറ്റുമോ? അതെന്താ? അല്ല, ഈ തൃപ്പയാറിലൊക്കെ കുറേ റാവര് ചടങ്ങാണ്. അല്ല, ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? എൻ്റെ റോളിൻ്റെ കാര്യം. അത് സെറ്റാക്കാം. കൊച്ചിൻ്റെ കാര്യം ഞാൻ അയ്യപ്പനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗംഭീര റോളായിരിക്കും. പക്ഷെ അതല്ല കാര്യം. ഞാൻ കൊണ്ടുവന്ന ആൾ അത്ര പോരാന്ന് ഡയറക്ടർ പറഞ്ഞാൽ എനിക്കതൊരു കുറച്ചില്ലാവും. അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ മാക്സിമം ചെയ്യും. പമീല ചെയ്യുന്ന എനിക്കറിയാം, ചെയ്യണമല്ലോ. ഏത് പിന്നെ കുറച്ച് ഹോട്ടൊക്കെ ആയിട്ട് ചെയ്യേണ്ട വേഷമാണ്. ഹോട്ടായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ, അത്രയൊന്നുമില്ല. വളരെ നൈസായിട്ട് കാലൊക്കെ ഒന്ന് കാണിച്ച്. കാലൊക്കെ കാണിക്കാം, നോ ഇഷ്യൂ. അല്ല, കാണിക്കാന്ന് പറയുമ്പോൾ ഈ കാലൊക്കെ ഒന്ന് മേലോട്ടൊക്കെ കയറ്റി വെച്ച് മച്ചി കുറച്ചുകൂടി ഇത്രയും മതിയോ? സബാഷ്. മതിയോ? ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം. എന്ത്? അല്ല, കൊച്ചു ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് പറയായിരുന്നു. താങ്ക് യു. അപ്പം എന്താ വരെ ഷൂട്ട് തുടങ്ങിയിട്ടല്ലേ വരണ്ടേ? അല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യപ്പ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഷൂട്ടാണേ. ആദ്യം ഗോവ, മലേഷ്യ, ഇന്തോനേഷ്യ, ഗുണ്ടൽപേട്ട്. കൊച്ചിന് പാസ്പോർട്ടൊക്കെ ഉണ്ടാവില്ലല്ലേ? ഇല്ല. അർജന്റായിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് കുറേ രാജ്യങ്ങൾ കറങ്ങേണ്ടി വരും. പിന്നെ പമീല എൻ്റെ റൂമിൽ തന്നെ താമസിക്കേണ്ടി വരും. അവിടെയൊക്കെ ഭയങ്കര റെൻ്റാണ്. ഏതാണ്, വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടാ. എന്നാ സാർ ഞാൻ അങ്ങോട്ട് അടുത്ത ആഴ്ച ഒന്നുകൂടി വരേണ്ടി വരും. നമുക്ക് പേപ്പറൊക്കെ ഒന്ന് ഇപ്പിടണ്ടേ? എന്ത് പേപ്പറ്? മറ്റേ പേപ്പർ ഉണ്ടായിരുന്നല്ലോ, മറ്റേ നടന്മാർ നടിമാരൊക്കെ ഇപ്പെടുന്ന കോൾ ഷീറ്റ്. അത് തന്നെ, അത് തന്നെ. നമ്മൾ ഈ കോടിയുടെ ബിസിനസ്സൊക്കെ നടത്താറുണ്ടേ, അതൊക്കെ മറന്നു പോകണം ഓരോന്ന് കാര്യങ്ങൾ. ദൈവരണം ഒന്ന് വാതിലൊക്കെ മുട്ടിട്ട് കയറി പാടും. സോറി സാർ. ഇത് എങ്ങോട്ടാ പോണേ? അല്ല, മുട്ടണ്ടേ? ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നീങ്ങ പറയാം. പമീല, ഇത് മിസ്റ്റർ ഗിരീഷൻ, നമ്മുടെ ഫിനാൻസ് കൺട്രോളറാണ്. നമ്മുടെ സകല ബിസിനസ്സുകൾ നോക്കി നടത്തുന്നത് പുള്ളിക്കാരനാണ്. കൺസ്ട്രക്ഷൻ കമ്പനി, എണ്ണ കമ്പനി, വാട്ടർ പാർക്ക്, പിന്നെ ഇപ്പോൾ സിനിമ. അല്ല, ഗിരീഷൻ വന്ന കാര്യം? അല്ല, നമ്മുടെ വാട്ടർ പാർക്കിൻ്റെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. അത് അടച്ചില്ലെങ്കിൽ ഫീസ് ഒരു കൊണ്ടുപോകുന്നതാണ് അവർ പറയുന്നത്. ഏത് വാട്ടർ പാർക്കിൻ്റെ? മറ്റേ സാർ ഇപ്പം പറഞ്ഞ വാട്ടർ പാർക്കിൻ്റെ. ഓഹോ, മറ്റേ വാട്ടർ പാർക്കിൻ്റെ. എൻ്റെ ഗിരീഷ, ഇതൊക്കെ വെച്ചോണ്ടിരിക്കണോ? എല്ലാ കാര്യത്തിലും എൻ്റെ കയ്യെത്തണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടാട്ടോ.